വിവാഹമെന്ന കൂദാശയിലൂടെ, പരിശുദ്ധമായ കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആശിഷിനും സോനായിക്കും ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും കാർമ്മികരുടെയും പേരിൽ, അതുപോലെ മാതാപിതാക്കളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളുടെയും പേരിൽ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നേരുകയാണ്. ആശിഷ് ഇന്ന് വിവാഹം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തെ അല്ല. സോന ഇന്ന് വിവാഹം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഔസേപ്പ് പിതാവിനെയും അല്ല. ആശിഷ് സോനയെയും, സോന ആശിസിനെയുമാണ് വിവാഹം ചെയ്യുക. രണ്ടുപേരും മനുഷ്യമക്കളാണ്. രണ്ട് വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന്, രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, രണ്ട് വ്യത്യസ്ത പരിശീലന കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് മുതൽ വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നായിട്ട് ജീവിക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും മനസ്സിലാക്കിയും നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട സകല അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. റഷ്യ എന്ന മഹാരാജ്യത്ത് ഹെർസഗോവിന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ മുനിസിപ്പാലിറ്റിയിൽ 10-25,000 കത്തോലിക്ക കുടുംബങ്ങളുണ്ട്. പല രാഷ്ട്രീയ പാർട്ടിക്കാർ ആ ഒരു മുനിസിപ്പാലിറ്റിയെ മാറി മാറി ഭരിച്ചു നോക്കി. കമ്മ്യൂണിസ്റ്റുകാരും തുർക്കികളുമൊക്കെ അവരെ ഭരിച്ചു. ഓരോരുത്തരും ഭരണം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരാം, സമ്പൽ സമൃദ്ധി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഭരണം ഏറ്റെടുക്കുക. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ള സന്തോഷമോ സമാധാനമോ ഒന്നും അവർക്ക് ലഭിച്ചില്ല. അവസാനം ആ മുനിസിപ്പാലിറ്റിയിലുള്ള കത്തോലിക്കർക്ക് ഒരു കാര്യം മനസ്സിലായി: ഈശോയുടെ കുരിശിനല്ലാതെ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരാനായിട്ട് പറ്റില്ല എന്നുള്ള സത്യം. അവരുടെ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കണ്ട് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്ത് ആ ആളെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി വീട്ടിൽ ചെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുരിശിനെ കണ്ടെത്തി എന്നാണ്. ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ ചെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുരിശിനെ കണ്ടെത്തി എന്നാണ്. കുരിശുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് അല്ലെങ്കിൽ സംസ്കാരമാണ് ആ സമൂഹത്തിലുള്ളവർക്ക്. രണ്ടുപേരും വിവാഹിതരാകുന്ന ദിവസം ഇന്ന് സോനയുടെ കയ്യിൽ മനോഹരമായിട്ടുള്ള ഒരു പൂച്ചെണ്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ടുപേരും അവരുടെ കൈകളിൽ ഓരോ കുരിശും പിടിച്ചുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് വരുന്നത്. വിവാഹ കർമ്മത്തിനിടയിൽ വൈദികൻ ഇവരുടെ രണ്ടുപേരുടെയും കുരിശിനെ തൻ്റെ തിരുവസ്ത്രങ്ങൾ കൊണ്ട് മൂടി ആ വിവാഹം ആശീർവദിക്കും. വിവാഹത്തിന് ശേഷം ഇവർ പരസ്പരം ചുംബിക്കുകയല്ല, പരസ്പരം മറിച്ച് ഇവർ തങ്ങളുടെ കൈകളിലുള്ള കുരിശിനെയാണ് ചുംബിക്കുന്നത്. ഇവർ തിരികെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കുരിശ് അവരുടെ വീടിൻ്റെ പ്രധാന ഭാഗത്ത് തൂക്കിയിടും. ഉറങ്ങുന്നതിന് മുൻപും ഉറക്കമുണർന്നും കഴിഞ്ഞ് ഏറ്റവും ആദ്യം ഇവർ ഈ കുരിശിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഒരു ദിവസം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയ ദിവസം ആരംഭിക്കുകയോ ചെയ്യൂ. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാധാരണഗതിക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കോ വക്കീലിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ വികാരിയച്ഛൻ്റെ അടുത്തേക്കോ പോകും. പക്ഷേ അവർ ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കൾ അവരെ നിർബന്ധിക്കും, പോയി കുരിശിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പ്രശ്നത്തിന് അവർ തന്നെ ആ കുരിശിൻ്റെ മുമ്പിൽ നിന്ന് പരിഹാരം കാണാതെ ആ മാതാപിതാക്കൾ അവരെ അവിടെ നിന്നും എഴുന്നേൽക്കാനായിട്ട് സമ്മതിക്കും. അതുകൊണ്ട് അവിടുത്തെ വികാരിയച്ഛൻ പറയുന്നത് കഴിഞ്ഞ 150-200 വർഷങ്ങളായിട്ട് അവിടെ ഒരൊറ്റ വിവാഹമോചന കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. ആശിഷ് ഇന്ന് സോന എന്ന് പറയുന്ന കുരിശിനെ എടുത്ത് തൻ്റെ തോളിൽ വെക്കാൻ പോവാണ്. സോന എന്ന് ആശിഷ് എന്ന് പറയുന്ന കുരിശിനെ എടുത്ത് തോളിൽ വെക്കാൻ പോവുകയാണ്. ഇനി ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ കുരിശ് ചുമന്നേ പറ്റുള്ളൂ. ഇടയ്ക്ക് നിങ്ങളുടെ കുരിശുകൾക്ക് പരസ്പരം ഭാരം കൂടും. പലപ്പോഴും നിങ്ങൾ കുരിശുമായിട്ട്
നിലത്ത് വീഴും. ആശിസിൻ്റെ ജീവിതത്തിൽ, ആശിസിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സോനായെ സംബന്ധിച്ചിടത്തോളം ആ കുരിശിന് ഭാരം കൂടുകയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓർക്കേണ്ടത്, നമ്മുടെ ഈ കുരിശിൻ്റെ വഴിയിൽ ഈശോ പല പ്രാവശ്യം കുരിശുമായിട്ട് താഴെ വീഴുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ആ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കുന്നത് എന്താ? കർത്താവെ, അങ്ങ് കുരിശുമായി പലതവണ വഴിയിൽ വീണു. അപ്പോഴെല്ലാം അങ്ങ് ആ കുരിശും എടുത്തുകൊണ്ട് വീണ്ടും എഴുന്നേറ്റതുപോലെ ഞങ്ങളുടെ ഭാരമേറിയ കുരിശുകളും വഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എഴുന്നേൽക്കാനായിട്ടുള്ള ശക്തി തരണമെന്ന് ഉള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ ഒരു മർത്തോമ കുരിശുണ്ട്. നമ്മുടെ സീറോ മലബാർ സഭയുടെ പ്രതീകമാണ്. ആ കുരിശിൻ്റെ 4 അറ്റത്തും താമരമുട്ടുകളാണ്. ഈ താമരമുട്ടുകൾ വിരിയണം. വിരിയുന്നത് എപ്പോഴാണ്? ഇന്ന് സോനായും ആശിഷും ഏറ്റെടുക്കുന്ന, തോളിൽ വയ്ക്കുന്ന ഈ കുരിശുകൾ ജീവിതാവസാനം വരെ അത് പൂർത്തീകരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, കർത്താവെ, എന്നെ ഏൽപ്പിച്ച കുരിശിനെ ഞാൻ തിരികെ തരുന്നു എന്ന് പറയുമ്പോഴാണ് ആ മുട്ടുകൾ വിരിയുന്നത്. വിരിഞ്ഞ കുരിശുകളായിട്ട് നമ്മുടെ കത്തോലിക്ക ജീവിതം മാറണം. അതുകൊണ്ട് ഈ കുരിശുകൾ സന്തോഷത്തോടുകൂടി വഹിക്കാനായിട്ടുള്ള ആ മനസ്സാന്നിധ്യവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വിവാഹത്തിൻ്റെ അവസരത്തിൽ നമ്മൾ കുറേ പ്രതീകങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പ്രാർത്ഥനകളൂടെ കഴിയുമ്പോൾ മിന്ന്, മന്ത്രകൂടി, കൊന്ത, മോതിരം ഇതൊക്കെ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് അവരെ അണിയിക്കുന്നതാണ്. ആദ്യമായിട്ട് ഇവിടെ മോതിരങ്ങളാണുള്ളത്. മോതിരം നമ്മുടെ പാരമ്പര്യമായിട്ടോ നമ്മുടെ ക്രിസ്തീയ കത്തോലിക്ക വിശ്വാസമായിട്ടോ ഒന്നും പ്രത്യേകിച്ച് ബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്കിത് കിട്ടിയത് ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ സംസ്കാരത്തിൽ നിന്നും കിട്ടിയതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്, റോമ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും ഒക്കെ അവർ പറയുന്നത്, നമ്മുടെ ഈ മോതിരവിരലിൽ നിന്ന് നേരിട്ട് ഒരു നാഡി അല്ലെങ്കിൽ ഒരു ഞരമ്പ് അല്ലെങ്കിൽ ഒരു വെയിൻ ഹൃദയത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ മോതിരവിരലിൽ ആര് ആദ്യം മോതിരം അണിയിക്കുന്നുവോ ആ ആളുമായിട്ടുള്ള ബന്ധം നിത്യമായിരിക്കും, ഒരിക്കലും മുറിഞ്ഞു പോവില്ല എന്നാണ്. ഈ അടുത്ത കാലത്ത് 3 വിവാഹം മോചനം നടത്തി 4ാമതൊരാളെ വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു പുരുഷനെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും പേരെ വിവാഹം ചെയ്തു, പക്ഷേ ആരുമായിട്ടുള്ള വിവാഹമാണ് അല്ലെങ്കിൽ ബന്ധമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്ന് അയാൾക്ക് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ മോതിരവിരലിൽ ആദ്യമായിട്ട് വിവാഹമണിയിച്ച എൻ്റെ ആദ്യത്തെ ഭാര്യയുടെ ചിത്രം തന്നെയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. 2ാമത്തെ പ്രതീകമാണ് നമ്മുടെ മിന്ന് എന്ന് പറയുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, ഇപ്പോൾ വേണ്ട, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ കഴുത്തിൽ മിന്നുണ്ടെങ്കിൽ ആ മിന്ന് ഒന്ന് തലതിരിച്ച് പിടിച്ച് നോക്കണം. അതൊരു തീനാവിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് അത്. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ തീനാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു എന്നാണ് പറയുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവാണ് ഇവരെ തമ്മിൽ ബന്ധിക്കാനായിട്ട് പോകുന്നത്. ആ കുരിശിൽ 7 അല്ലെങ്കിൽ 12 ചെറിയ മുട്ടുകൾ കൊണ്ടുള്ള ഒരു കുരിശ് കാണും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളുമായ സ്നേഹം, കരുണ, ക്ഷമ തുടങ്ങിയ പല കാര്യങ്ങളെയാണ് ആ ഒരു ചെറിയ മുട്ടുകൾ അല്ലെങ്കിൽ കുരിശ് സൂചിപ്പിക്കുന്നത്. ഒരു സ്ത്രീ, വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ആ മിന്ന് അവരുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതല്ല. നമ്മുടെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യമനുസരിച്ച് അതൊന്നുകിൽ കൊണ്ടുപോയി നേർച്ചപ്പെട്ടിയിലിടണം, അല്ലെങ്കിൽ വികാരിയച്ഛനെ ഏൽപ്പിക്കണമെന്നുള്ളതാണ്. ഇനി ഈ ഒരു മിന്ന് കെട്ടാനായിട്ട് പണ്ട് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് മന്ത്രകോടിയിൽ നിന്നും 7 നൂലുകൾ പിരിച്ചിട്ടാണ് കെട്ടുക. ഈ ചരടുകൾ, ഈ 7 ചരടുകൾ 7 കൂദാശകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ കൂദാശകൾ എവിടെ നിന്നാണ് വരുന്നത്? അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് കൂദാശകൾ ഉത്ഭവിക്കുന്നത്. ഈ മന്ത്രകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ഈ മന്ത്രകോടി. ഈ മന്ത്രകോടി എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് കിട്ടിയതാണ്? നമുക്കത് ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നാണ് ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത്. മന്ത്രകോടി, അതായത് ബ്രാഹ്മന്മാരുമൊക്കെ ചെയ്തിരുന്നത് ഈ വിശുദ്ധ വസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു വസ്ത്രം, കല്യാണത്തിൻ്റെ ഈ പുടവ കൊണ്ടുപോയിട്ട് അവരുടെ പൂജാമുറിയിൽ കൊണ്ടുപോയി 1 കോടി പ്രാവശ്യം മന്ത്രങ്ങൾ ഉരുവിട്ട് ആ ഒരു വസ്ത്രത്തെ വിശുദ്ധമാക്കി തീർക്കുകയാണ്.
എന്ന് പറയുന്നത് പോലെ ഇന്ന് പുരോഹിതൻ വിശുദ്ധ ജലം തളിച്ച് ആ വസ്ത്രത്തെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആശിച്ച് ആ മന്ത്രകൂടിയെടുത്ത് സോനായെ ധരിപ്പിക്കുമ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കത്തോലിക്ക തിരുസഭയെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് ആശിച്ച് സോനായെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. അതുപോലെ ഈ മന്ത്രകൂടി അണിയിക്കുമ്പോൾ ആശിസിൻ്റെ മനസ്സിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നാൾ നിന്റെ മാതാപിതാക്കന്മാർ നിന്നെ സംരക്ഷിച്ചു, ഈ നിമിഷം മുതൽ നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടിയാണ് ആശിസ് ഈ മന്ത്രകൂടി സോനായുടെ തലയിലേക്ക് ഇട്ടുകൊടുത്ത് അവളെ അഭിഷേകം ചെയ്യേണ്ടത്. സാധാരണഗതിക്ക് ഈ മന്ത്രകൂടി സ്ത്രീകൾ ഉടുത്ത് നടക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. വല്ലപ്പോഴും ഉടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അവരത് ചെയ്യുന്നത് അത് മാസത്തിലൊന്നോ 2 മാസത്തിലൊന്നോ കൂടുമ്പോൾ ആ മന്ത്രകൂടി എടുത്ത് വെയിലത്തിട്ട് അടുക്കി വീണ്ടും കുടഞ്ഞ് വീണ്ടും പെട്ടിക്കകത്ത് മടക്കി വെക്കും. കാരണം എന്താണെന്നറിയാമോ? ആ സ്ത്രീ മരിക്കുമ്പോൾ ഈ മന്ത്രകൂടി ഉടുപ്പിച്ചുകൊണ്ടാണ് ആ സ്ത്രീയെ പെട്ടിയിലേക്ക് വെക്കുക. അതായത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ ആത്മാവിനെ പൊതിഞ്ഞ് പെട്ടിയിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം കഴിയുമ്പോൾ വൈദികൻ 2 കൊന്തകൾ ആശീർവദിച്ച് ഇവരുടെ കൈകളിൽ കൊടുക്കും. പ്രിയപ്പെട്ട ആശിസ്, സോന, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഒരുപാട് പ്രശ്നങ്ങൾക്കുമൊക്കെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായിട്ടുണ്ടാകണം. അതിൻ്റെ പ്രതീകമായിട്ടാണ് ആ കൊന്തകൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. മാത്രമല്ല, ആ കൊന്തകൾ നിങ്ങളുടെ ആഭരണങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട വിലയുള്ള വസ്തുക്കളുടെ കൂടെയോ ആ കൊന്തകൾ സൂക്ഷിച്ചു വെക്കുക. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അവസാനം പെട്ടിയിൽ കിടക്കുമ്പോൾ ആ കൊന്ത നമ്മുടെ കൈകളിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വയ്ക്കുക. പ്രിയമുള്ളവരെ, ഈ പ്രതീകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളിന്ന് വിവാഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ആ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ തമ്മിൽ ബന്ധിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ വിദേശത്ത് നിന്നും കുറേ പത്രപ്രവർത്തകർ വന്ന് രാജീവ് ഗാന്ധിയെ ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: രാജീവ് ഗാന്ധി, അങ്ങ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഏതാണ്? അങ്ങ് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആരാണ്? അപ്പോൾ ഈ പത്രപ്രവർത്തകർ വിചാരിച്ചത് സുഷ്മിത സെൻ, ഐശ്വര്യ റായ് ഇങ്ങനെയുള്ള ആരുടെയെങ്കിലുമൊക്കെ പേര് ഈ രാജീവ് ഗാന്ധി പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാജീവ് ഗാന്ധി പറഞ്ഞത് സോണിയാജി. എൻ്റെ ഭാര്യ സോണിയയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി. ആശിഷ്, ഈ നിമിഷം മുതൽ ഇനിയും ആശിഷിന് വേറൊരു സ്ത്രീയെപ്പറ്റി ചിന്തിക്കാനോ വേറൊരു സ്ത്രീയെപ്പറ്റി ആലോചിക്കാനോ പറ്റില്ല. ഇന്നു മുതൽ മരണം വരെ സോനായായിരിക്കണം ആശിഷിൻ്റെ മനസ്സിൽ. സോനായായിരിക്കണം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആശിഷിന്. സോനായിക്ക് തിരിച്ചും ആശിഷായിരിക്കണം സോനയുടെ മനസ്സിൽ ഏറ്റവും വലിയ സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ പോലെ കരുതേണ്ട വ്യക്തി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഈവനിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രായമായവരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം നടക്കുന്ന ക്ലാസ്സാണ് ഈവനിങ് ക്ലാസ്. ഒരു മനഃശാസ്ത്ര ക്ലാസ്സാണ്. അപ്പോൾ 6 മണിയായപ്പോൾ ക്ലാസ് തുടങ്ങി. അന്ന് ക്ലാസ്സിന് ഒരുപാട് ബോറിംഗ് ആയതുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു, നമുക്കൊരു ചെറിയ ഗെയിം കളിക്കാം എന്ന്. ഈ ഗെയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകൻ ആ ക്ലാസ്സിലുണ്ടായിരുന്ന 10-35 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചോക്ക് കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന 30 പേരുടെ പേരുകൾ ഈ ബോർഡിൽ എഴുതാനായിട്ട് പറഞ്ഞു. അവൾ ചെന്നിട്ട് തൻ്റെ മകള്, ഭർത്താവ്, മാതാപിതാക്കൾ തുടങ്ങിയ 30 പേരുടെ പേരുകൾ ആ ബോർഡിൽ എഴുതി. എന്നിട്ട് അധ്യാപകൻ പറഞ്ഞു, ഏറ്റവും പ്രാധാന്യമില്ലാത്ത 10 പേരുടെ പേര് വെട്ടിക്കളയാൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് ചെന്ന് ചോക്കെടുത്ത് 10 പേരുടെ പേരുകൾ വെട്ടിക്കളഞ്ഞു. വീണ്ടും 10 പേരുടെ പേരൂടെ വെട്ടാൻ പറഞ്ഞു. അവളൊരു സ്വല്പം വിഷമത്തോടുകൂടി ബാക്കിയുള്ള 10 പേരുടെ പേരൂടെ വെട്ടിക്കളഞ്ഞു. അവസാനം 10 പേരായി. 5 പേരെ കൂടെ വെട്ടാൻ പറഞ്ഞു. 5 പേരെ വെട്ടി. 3 പേരെ കൂടെ വെട്ടാൻ പറഞ്ഞു. തൻ്റെ സഹോദരി, മാതാപിതാക്കൾ അവരുടെ പേര് വെട്ടി. ഇനിയും 2 പേരുണ്ട്, അതിലൊരാളുടെ പേരൂടെ വെട്ടണം. അവൾക്ക് ആകപ്പാടെ വിഷമമായി, കരച്ചിലായി, ഏങ്ങലായി.
അപ്പോൾ ആ ക്ലാസ്സിലുള്ളവരെല്ലാവരും കൂടെ അവളോട് പറഞ്ഞു, എടി നീ നിന്റെ ഭർത്താവിൻ്റെ പേരങ്ങോട്ട് വെട്ടിക്കള, നിനക്ക് വേറെ ഭർത്താവ് കിട്ടും. പക്ഷെ മകള്, അവളെ നീ നൊന്ത് പ്രസവിച്ച വ്യക്തിയാണ്, അവളെ നീ വെട്ടരുത്, പക്ഷെ നിന്റെ ഭർത്താവിൻ്റെ പേരങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു. അവസാനം അവള് ഏങ്ങലടിച്ചു. എന്നിട്ട് അവസാനം അധ്യാപകൻ്റെ നിർബന്ധം പ്രകാരം അവൾ ഒരു പേര് വെട്ടി. അത് വെട്ടിയത് സ്വന്തം മകളുടെ പേരാണ്. എല്ലാവർക്കും ഞെട്ടലായി, എല്ലാവർക്കും ആശങ്ക, എന്താണ് നീ നിന്റെ സ്വന്തം മകളുടെ പേര് വെട്ടിക്കളഞ്ഞു. അവസാനം കരച്ചിലെല്ലാം അവസാനിച്ചപ്പോൾ അവള് പറഞ്ഞു, അതെ, എൻ്റെ മകൾക്ക് ഇപ്പോൾ 5 വയസ്സേ പ്രായമുള്ളൂ. 25-26 വയസ്സാകുമ്പം അവള് കല്യാണം കഴിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോകും. അവസാനം ഞാൻ മാത്രമേ എൻ്റെ ഭർത്താവിനുണ്ടാവുകയുള്ളൂ, എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല, ദേവാലയത്തിൽ വെച്ച് ഞങ്ങളൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതായത് ബൈബിളിൽ കൈതൊട്ട് ഒരു പ്രതിജ്ഞ, അത് ബോധത്തോടു കൂടി ചെയ്ത ഒരു പ്രതിജ്ഞയാണ്. ഇന്നു മുതൽ മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരേ മനസ്സോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്ക് തെറ്റിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകളുടെ പേര് വെട്ടിയത്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. പുരുഷൻ കുറച്ച് കഴിയുമ്പോൾ ഭാര്യയെ തേടി വേറൊരു കുടുംബമായിട്ട് പോകും. അതേ പ്രിയമുള്ളവരെ, നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് കർത്താവാണ്. അത് നിങ്ങളുടെ അവസാന ശ്വാസം വരെ ആ ബന്ധം നിങ്ങൾ തന്നെ നിലനിർത്തുവാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത്. മക്കൾ അവരുടെ വഴിക്ക് പോകും, പക്ഷേ ഭർത്താവിന് ഭാര്യയും, അതായത് ആശിഷിന് സോനായും സോനായിക്ക് ആശിഷ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോന ഇന്ന് ഒരു പുതിയ കുടുംബത്തിലേക്ക് കാലി ചവിട്ടിൽ കയറാൻ പോവുകയാണ്. ഇന്നു മുതൽ സോനായിക്ക് ആ വീട്ടിലെ അപ്പനും അമ്മയുമാണ്, അതായത് ആശിഷിൻ്റെ അപ്പനും അമ്മയുമാണ് ഇന്നു മുതൽ സോനായുടെ അപ്പനും അമ്മയും. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോനായുടെ പ്രശ്നങ്ങളാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു അമ്മയെപ്പോലെ, ഒരു കുടുംബനാഥയെപ്പോലെ കണ്ടറിഞ്ഞ് നോക്കിക്കണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം സോനായുടേതാണ്. അപ്പോഴാണ് നമ്മുടെ ഈ സിറോ മലബാർ സഭയുടെ പ്രതീകമായ ഈ മർത്തോമ കുരിശ് പുഷ്പിക്കുന്നത് പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം പുഷ്പിക്കുകയുള്ളൂ. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നിങ്ങൾക്ക് തരട്ടെ. ഇന്നിവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരഭ്യർത്ഥനയുണ്ട്. സാധിക്കുമെങ്കിൽ ഈ കുർബാന മുഴുവനും നിങ്ങൾ പങ്കെടുക്കുക. ഈ കുർബാനയിൽ ഇപ്പോൾ ഒരു പക്ഷേ 200 പേര് ഇവിടെ കാണും. 200 പേരും നിങ്ങളുടെ കുർബാന ഇവരുടെ നന്മയ്ക്കായിട്ട് സമർപ്പിക്കുമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ 200 കുർബാനകൾ ലഭിക്കുകയാണ്. അതിൽ പരം സന്തോഷം, ദൈവാനുഗ്രഹം വേറെ എന്താണ് കിട്ടാനുള്ളത്? അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാന നമുക്ക് ഭക്തിപൂർവ്വം പങ്കുകൊണ്ട് ഈ 2 നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം ഇവരുടെ കുടുംബത്തിൽ സമർത്ഥമായിട്ടുണ്ടാകട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.